ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ 4:30-ക്കൊക്കെ ഞങ്ങൾ എണീറ്റിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോമ്പെടുക്കാൻ പോകണം. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ നോമ്പെടുക്കുന്നത്. അപ്പോൾ പല്ലൊക്കെ തേച്ച് സെറ്റായിട്ടുണ്ട്. ഞങ്ങൾ 4 പേരാണ് കേട്ടോ ഒരുമിച്ച് സ്റ്റേ ചെയ്യുന്നത്. പക്ഷേ അതിൽ 3 പേര് മാത്രമേ നോമ്പെടുക്കുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ഒരു 4:45 ആയപ്പോൾ താഴെ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. ഇത്രയും നേരത്തെ ഫുഡ് കഴിക്കുമ്പോൾ അതായത് നമുക്ക് എത്രത്തോളം കഴിക്കാൻ പറ്റും എന്നൊക്കെ ഡൗട്ടായിരുന്നു. പക്ഷേ എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ കുറച്ച് ചോറും ചിക്കൻ കറിയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. പത്തിരി നമ്മൾ ആരും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ സ്റ്റേ ചെയ്യുന്ന വീടിൻ്റെ ഓണേഴ്സ് മുസ്ലിംസാണ് കേട്ടോ. അപ്പോൾ അവർ നോമ്പ് പിടിക്കുമ്പോൾ എങ്ങനെയാണ് ഫുഡൊക്കെ കഴിക്കുന്നതെന്നൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കൂടുതലും മോർണിംഗ് ചോറ് തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. പിന്നെ പത്തിരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചോറ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു കട്ടൻ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബണ്ണ് കഴിച്ചിട്ടുണ്ടായിരുന്നു, പഴം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എത്രത്തോളം കഴിക്കാൻ പറ്റുമോ അത്രത്തോളം കഴിക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ നമ്മുടെ പോളിസി. കാരണം പിന്നെ ഈവനിങ് ആണല്ലോ കഴിക്കാൻ പറ്റുക. നമ്മൾ ചോറ് കഴിച്ച് കഴിഞ്ഞ് അപ്പോൾ ഇനി നമ്മൾ കട്ടൻ ചായയും ഇന്നലെ നമ്മൾ കടയിൽ പോയി വാങ്ങിയ പഴം, ബൺ, ക്രീം ബൺ, ഇതൊക്കെ നമ്മൾ കഴിക്കാൻ പോകുന്നു. പിന്നെ മുമ്പ് നോമ്പ് എടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് എനിക്കറിയില്ല. ഈവനിങ് വരെയൊക്കെ ഞാൻ നിൽക്കുമെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മാക്സിമം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ്. വെളിച്ചം എവിടെ? സെയിം ബർത്ത്ഡേ പ്ലാൻ. ഹായ് പറയൂ എൻ്റെ വ്ളോഗ്. സേ ഹായ്. എടാ നവു എടുക്കുന്നില്ലടാ, നവു എടുക്കുന്നില്ല. കണ്ണനല്ലേ ഇത്, കണ്ണൻ ആഡാക്കിയാണ്, കണ്ണൻ എടുക്കണ്ടേ? കണ്ണൻ ബൈ ബിസിയാ. ഇനി കുറച്ച് പഴമാവാം, അല്ല അത് കഴിഞ്ഞിട്ട് ഒരു ബണ്ണാവാം. അതിന് മുമ്പ് ഒരു പഴം കഴിക്കും ഗൈസ്. ഒരു പഴം മാത്രമേ ഉള്ളൂ. കുറച്ച് ബണ്ണ് കഴിക്കും. ഹായ് പറ. അത് വന്നിരിക്കും, എപ്പോ വന്നെന്ന് ചോദിച്ചാ പോരെ. ഇതെല്ലാം വ്ലോഗ് കാണാം. അങ്ങനെ ഒരു 5:15 ആയപ്പോൾ ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നേരെ കിടന്നുറങ്ങി ഞാൻ എണീക്കുന്നത് 7 മണിക്കാണ്. അതിന് ശേഷം പിന്നെ ഓഫീസിൽ പോകാൻ റെഡി ആയിട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടാത്തതുകൊണ്ട് നമ്മൾ കമ്പാരിറ്റീവ്ലി നേരത്തെ ആയിരുന്നു കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് സ്പീഡിൽ നടക്കാൻ പറ്റില്ല, വെള്ളം കുടിക്കാൻ ദാഹിക്കും, അതൊക്കെ നമ്മുടെ മൈൻഡിലുണ്ടായിരുന്നു. നമ്മൾ സ്റ്റേ ചെയ്യുന്ന വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 15 മിനിറ്റ് നടക്കാനുണ്ടാവും കേട്ടോ നമ്മുടെ ഓഫീസിലേക്ക്. അപ്പോൾ വേഗം നടന്നാൽ വെള്ളം കുടിക്കാൻ ദാഹിക്കും എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഒരു 5 മിനിറ്റ് നേരത്തെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 3 പേര് നോമ്പെടുത്തപ്പോഴും നോമ്പെടുക്കാതെ കൂട്ടത്തിൽ നിന്ന് മാറി നിന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ഇത്. ഫുഡ് ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ടാണ് അവൾ നോമ്പെടുക്കാതിരുന്നത്. പിന്നെ ഓഫീസിൽ ചെന്നിട്ടുള്ള അവസ്ഥയൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. കാരണം നമുക്ക് ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഓഫീസിൽ അന്ന് നോമ്പ് തുറൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് പിക്ചേഴ്സ് മാത്രമേ ഉള്ളൂ, വീഡിയോസൊന്നും എടുത്തിട്ടില്ല. പക്ഷേ ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും കാര്യങ്ങളൊക്കെ ഭംഗിയായി പോയി കേട്ടോ. കുറച്ച് വെള്ളം ദാഹിച്ചു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് സീനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഫുഡ് കഴിച്ചപ്പോൾ ആ ഒരു ടൈമിൽ കുറച്ച് ക്ഷീണം തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നോമ്പ് പിടിച്ചു, സക്സസ്ഫുള്ളി നോമ്പ് തുറക്കാം. സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എല്ലാ ഫുഡും കൂടെ ഒരുമിച്ച് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ബിരിയാണി നമ്മൾ പാർസലാക്കി വീട്ടിൽ വന്ന് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്